നമസ്കാരം. ക്രൈമിൻ്റെ ചീഫ് എഡിറ്റർ എന്ന നിലയിൽ 1996 നവംബർ ലക്കം മുതലാണ് ഞാൻ പ്രവർത്തനം ആരംഭിച്ചത്. ആ പ്രവർത്തനം ആരംഭിച്ച കാലഘട്ടം മുതൽ കേരളത്തിലെ പത്രദൃശ്യ മാധ്യമങ്ങൾ തൊടാൻ ധൈര്യമില്ലാത്ത, അന്ന് സോഷ്യൽ മീഡിയ ശക്തമല്ല, ദൃശ്യമാധ്യമങ്ങൾ എന്ന് പറയുന്ന ഏറ്റവും പ്രധാന സൂര്യ ടി വിയും അതേപോലെ ഏഷ്യാനെറ്റ് മാത്രമായിരുന്നു. ആ സന്ദർഭത്തിൽ മൊബൈൽ ഫോൺ പോലും ഉണ്ടായിരുന്നില്ല. ആ കാലഘട്ടത്തിൽ 96 നവംബർ മാസം മുതലുള്ള കാലഘട്ടത്തിൽ ക്രൈം പുറത്തുവിട്ട വാർത്തകൾ കേരളത്തിൽ അന്ന് വരെ ആരും തൊടാൻ ധൈര്യമില്ലാത്ത, ആരും പറയാൻ ധൈര്യമില്ലാത്ത, ആർക്കും ഇത്തരം കാര്യങ്ങൾ പറയുക എന്ന് പറഞ്ഞാൽ പിറ്റേ ജീവനോടെ കാണില്ല എന്ന് പറയുന്നൊരു കാലഘട്ടത്തിൽ ക്രൈം പുറത്തുവിട്ട സംഭവങ്ങൾ ഞെട്ടിക്കുന്നതായിരുന്നു. പല സത്യങ്ങളും ക്രൈം വിളിച്ചു പറഞ്ഞു. ഇതൊന്നും പത്രദൃശ്യ മാധ്യമങ്ങളുടെ കൈവശം ഇല്ലാത്തത് കൊണ്ടല്ല, അവരെല്ലാം പ്രമുഖരായ രാഷ്ട്രീയക്കാരെയും സാമുദായിക നേതാക്കന്മാരെയും സിനിമക്കാരെയും അതേപോലെയുള്ള വിവിധ മേഖലകളിലുള്ള ആളുകളെയെല്ലാം തന്നെ സംരക്ഷിച്ചു കൊണ്ടുള്ള ഒരു പത്രപ്രവർത്തനമായിരുന്നു നടത്തിയിരുന്നത്. എന്നാൽ അതെല്ലാം അടിച്ചു തകർത്തതുകൊണ്ടാണ് ക്രൈമിൻ്റെ രംഗപ്രവേശം. ഇന്ന് കേരളത്തിലെ എല്ലാ ദൃശ്യ മാധ്യമങ്ങളും അതേപോലെ സോഷ്യൽ മീഡിയയും എല്ലാം തന്നെ ഇതൊരു പുത്തരിയല്ലാത്തൊരു രൂപത്തിലേക്ക് എത്തിപ്പെട്ടു. പ്രത്യേകിച്ചും പിണറായി വിജയനെയൊക്കെ തൊട്ട് കഴിഞ്ഞാൽ ഒരു പിറ്റേ ദിവസം തല കാണില്ല. അങ്ങനെ ഒരു കാലഘട്ടത്തിലാണ് ക്രൈം പിണറായി വിജയനെക്കുറിച്ചൊക്കെ വാർത്ത ചെയ്തത്. ഇന്നിപ്പോൾ ആർക്ക് വേണമെങ്കിലും അടിക്കാവുന്ന ഒരു സംഭവമാണ് പിണറായി വിജയൻ. അപ്പോൾ ഇതിന് പത്രപ്രവർത്തനത്തിന്, ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസത്തിന് തുടക്കമിട്ട ക്രൈം അന്ന് കൊണ്ടുവന്ന ധാരാളം സംഭവങ്ങൾ ഉണ്ട്. അതിൽ നമുക്ക് ഒരു പുതിയ പരമ്പര ക്രൈം മാഗസിൻ എന്ന് പറയുന്ന ഈ ചാനലിൽ ആരംഭിക്കുകയാണ്. ക്രൈം മാഗസിനിൽ, ക്രൈം മന്ത്ലിയിൽ മുമ്പ് പ്രസിദ്ധീകരിച്ച പ്രമുഖമായ ഇൻവെസ്റ്റിഗേറ്റീവ് റിപ്പോർട്ട്സ് എല്ലാം ഓരോന്നോരോന്നായി അവതരിപ്പിക്കുക എന്നതാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. ഇപ്പോൾ ആദ്യം തുടങ്ങുന്നത്, നമുക്കിന്ന് കേരളത്തിൽ ഏറ്റവും വിവാദം പിടിച്ച സംഭവം ഏതാണ്? ദിലീപ് മഞ്ജു വാര്യർ, ദിലീപ് കാവ്യ മാധവൻ, ദിലീപ് ഭാവന തുടങ്ങിയ പ്രശ്നങ്ങളാണ്. സിനിമാ നടിയെ പീഡിപ്പിച്ചു എന്ന് പറയുന്ന ഒരു സംഭവമാണ് കേരളത്തിലെ ഏറ്റവും വലിയ സംഭവമായി മാറിയത്. അവരെ ഒരു കാറിൽ കയറ്റി ഒരു സിനിമാ നടിയെ, അതിജീവിതയെ അവർ പീഡിപ്പിക്കുകയും, അത് ദിലീപിന് വേണ്ടിയായിരുന്നു പീഡിപ്പിച്ചത്. അവരെ വളരെ അശ്ലീലപരമായ രംഗങ്ങൾ എടുക്കുകയും അത് പ്രതികാരം തീർത്തതാണ് എന്നുള്ള രൂപത്തിൽ ദിലീപിനെ അറസ്റ്റ് ചെയ്യുകയും അദ്ദേഹം ജയിലിൽ കിടക്കുകയും, ഇപ്പോൾ കേസിൻ്റെ വിചാരണ ഏകദേശം കഴിഞ്ഞു. ഈ സന്ദർഭത്തിൽ വീണ്ടും ദിലീപിനെതിരെയുള്ള വിഷയങ്ങൾ വീണ്ടും ആളിക്കത്തുകയാണ്. അദ്ദേഹം 5 പേരെ കൊല്ലാൻ, 5 പോലീസ് ഉദ്യോഗസ്ഥന്മാരെ കൊല്ലാൻ വേണ്ടി പ്ലാൻ ചെയ്തതെന്ന് പറയുന്ന കൊലപാതക ഗൂഢാലോചന കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ വാദപ്രതിവാദങ്ങൾ നടക്കുമ്പോൾ ഇതിനൊക്കെ തുടക്കമായിട്ടുള്ള ആദ്യത്തെ ഇഷ്യൂ എന്ന് പറയുന്നത് ദിലീപും മഞ്ജു വാര്യരും തമ്മിലുള്ള വിവാഹമാണ്. എന്നാൽ ഈ 1999 ജൂലൈയിലക്കം ക്രൈമിൽ ഈ വാർത്ത പ്രസിദ്ധീകരിച്ചു. അതായത് ദിലീപ് ബന്ധവും തകർക്കുമോ, മഞ്ജു വാര്യർ 4 ബന്ധങ്ങളുണ്ടായിരുന്നു. അതിൽ വിവാഹം കഴിച്ചു എന്നുള്ള രൂപത്തിലുണ്ടായിരുന്നു, അല്ലാത്തതുണ്ടായിരുന്നു. ആ ബന്ധങ്ങളെക്കുറിച്ചുള്ള വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള റിപ്പോർട്ട് ക്രൈം പ്രസിദ്ധീകരിച്ചത്, ക്രൈം നേരിട്ട് പ്രസിദ്ധീകരിച്ചല്ല, സ്റ്റാർഡസ്റ്റ് എന്ന പ്രസിദ്ധീകരണത്തിൽ പ്രശസ്ത പത്രപ്രവർത്തകനായ രാജശേഖരൻ നായർ എന്ന് പറയുന്ന പത്രപ്രവർത്തകൻ പ്രസിദ്ധീകരിച്ച ലേഖനം അതേപടി നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുത്താണ്, അദ്ദേഹത്തിൻ്റെ അനുവാദത്തോടു കൂടിയിട്ടാണ് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ഇത് വളരെയധികം വിവാദം ഉണ്ടാക്കിയൊരു സംഭവമായിരുന്നു. ഈ ലക്കത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഈ ലക്കത്തിൻ്റെ പേരിലാണ് എന്നെ കള്ളക്കേസിൽ കുടുക്കി അർദ്ധരാത്രി അറസ്റ്റ് ചെയ്തതും അതേപോലുള്ള സംഭവങ്ങളെല്ലാം അരങ്ങേറിയിട്ടുള്ളത്. ശോഭന ജോർജിൻ്റെ ബ്ലൂ ഫിലിം കാസറ്റുമായി ബന്ധപ്പെട്ട ഇഷ്യൂ എല്ലാം ഈ ലക്കം ക്രൈമിലാണ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. അതേപോലെ ഈ ലക്കത്തിൽ മറ്റൊരു കാര്യമുണ്ട്, അഴീക്കോടിൻ്റെ പ്രേമലേഖനങ്ങളെക്കുറിച്ചുള്ള ലക്കമുണ്ട്. അതേപോലെ മുസ്ലിം ലീഗിൽ ആഭ്യന്തര കലഹം ഉണ്ടാകുന്നു ഐസ്ക്രീം പാർലറുമായി ബന്ധപ്പെട്ട് എന്നുള്ള ഈ ശോഭന ജോർജ് ഈ കളി നിർത്തും എന്ന് പറയുന്ന ഒത്തിരി ലേഖനങ്ങൾ, ഇൻവെസ്റ്റിഗേറ്റീവ് റിപ്പോർട്ടുള്ള ഒരു ഇതാണ്. ഇതിനൊക്കെ ആ കാലഘട്ടത്തിൽ ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസത്തിൻ്റെ പുതിയ മേഖലയ്ക്ക് ഇറങ്ങിച്ചെന്ന് അതിൻ്റെ അടിത്തട്ട് വരെ ചെന്ന് യഥാർത്ഥ കാരണങ്ങളും, ആരാണ് തെറ്റുകാർ, ആരാണ് ശരിയായ പ്രവർത്തിക്കുന്നവർ, ഇതൊക്കെ കണ്ടുപിടിച്ച് പ്രസിദ്ധീകരിക്കാൻ അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഇന്നത്തെ മാതിരി എളുപ്പമല്ല. ആ കാലഘട്ടത്തിൽ പ്രസിദ്ധീകരിച്ച നമ്മൾ ദിലീപ് മഞ്ജു വാര്യർ കുറിച്ചുള്ള സ്റ്റോറി ഞാനത് പൂർണ്ണമായി വായിക്കാം, വിശദീകരിക്കുകയും ചെയ്യാം. ഇനി അഭിനയിക്കില്ലെന്ന് മഞ്ജു പ്രസ്താവിച്ചതോടെ ഒട്ടേറെ നിർമ്മാതാക്കളുടെ കാശ് വാങ്ങിച്ചിരുന്ന ഈ നടിയുടെ അച്ഛനും മഞ്ജുവിനെ വൻ ലാഭം കൊയ്യാൻ പ്ലാനിട്ട ചില പ്രൊഡ്യൂസർമാർക്കും സൂപ്പർ സംവിധായകർക്കും പിന്നെ സൂപ്പർ സ്റ്റാറുകൾക്കും അത് കനത്ത തിരിച്ചടിയായി. ഇവരാണ് ഈ നടിക്കെതിരെ
കുപ്രചാരണങ്ങൾക്ക് നേതൃത്വം നൽകിയതെന്ന് കരുതപ്പെടുന്നു. ഒരു സൂപ്പർ നടൻ ഇടയ്ക്കിടെ ഫോണിലൂടെ മഞ്ജുവിനെ ഭീഷണിപ്പെടുത്തുന്നതായും പറയപ്പെടുന്നു. ഇതാണ് ഒരു ഇൻട്രൊഡക്ഷൻ കൊടുത്തത്. നമ്മൾ അതേപോലെ ഈ ലേഖനത്തിന് ആസ്പദമായി നമ്മുടേതായ ക്രൈമിൻ്റേതായ ഇൻട്രൊഡക്ഷൻ കൊടുത്തിട്ടുണ്ട്. അതിങ്ങനെയാണ്: ദിലീപ് ബന്ധുവും മഞ്ജു വാര്യർ തകർക്കുമോ? വിദ്യാർത്ഥിനിയായിരിക്കുന്ന കാലം മുതൽ തന്നെ മഞ്ജു വാര്യരെ ഒരേ സമയം വിടാതെ ഭാഗ്യവും നിർഭാഗ്യവും പിന്തുടരുന്നുണ്ട്. കണ്ണൂരിലെ സ്കൂളിൽ പഠിക്കുമ്പോൾ ഉണ്ടായിരുന്ന ഒരു പ്രണയബന്ധത്തിൻ്റെ പേരിൽ കുപ്രസിദ്ധയായ മഞ്ജു അതേ സ്കൂൾ ജീവിതത്തിൽ തന്നെ 2 തവണ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കലാതിലക പട്ടം നേടി കേരളം മുഴുവൻ പ്രസിദ്ധിയുമായി. സിനിമയിൽ പ്രവേശിച്ചപ്പോഴുണ്ടായ അനുഭവം മറിച്ചായിരുന്നില്ല. ഒരു ഒളിച്ചോട്ടത്തിൻ്റെ പേരിൽ ഏറെ അപവാദങ്ങൾ ഏൽക്കേണ്ടി വന്നെങ്കിലും ചുരുങ്ങിയ സമയം കൊണ്ട് ഒരു നല്ല അഭിനേത്രി എന്ന നിലയിൽ പേരെടുക്കാനും പുതുമുഖമായിട്ട് മികച്ച നടിക്കുള്ള സംസ്ഥാന അവാർഡ് പോലും നേടിയെടുക്കാനും മഞ്ജുവിന് സാധിച്ചു. ദിലീപുമായുള്ള വിവാഹത്തോടെ സിനിമയിൽ നിന്ന് പിന്മാറി നല്ല കുടുംബിനിയായി കഴിയുമ്പോഴെങ്കിലും മനസ്സമാധാനമുള്ള ഒരു ജീവിതം മഞ്ജു ആഗ്രഹിച്ചു കാണും. പക്ഷേ വിവാഹശേഷവും മഞ്ജുവിനെക്കുറിച്ചുള്ള അപഖ്യാതികൾക്ക് കുറവുണ്ടായില്ല. മഞ്ജു ദിലീപ് ബന്ധം തകർന്നുവെന്നും ആത്മഹത്യയ്ക്ക് ശ്രമിച്ച മഞ്ജുവിനെ തൃശ്ശൂരിലെ ഒരു ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെന്നുമൊക്കെയുള്ള കിംവദന്തികൾ കേരളക്കരയിലുടനീളം പ്രചരിപ്പിക്കട്ടെ. അത് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു എന്നുള്ളതൊക്കെ കാര്യം സത്യമാണ്. മഞ്ജുവിനെ വെച്ച് വൻലാഭം കൊയ്യാൻ പ്ലാനിട്ട ചില നിർമ്മാതാക്കളും സൂപ്പർ ഡയറക്ടേഴ്സിനും പിന്നെ മലയാള സിനിമയിലെ സൂപ്പർ സ്റ്റാർ നടന്മാർക്കും കനത്ത തിരിച്ചടിയായിരുന്നു മഞ്ജുവിൻ്റെ വിവാഹം. ഇനി അഭിനയിക്കില്ലെന്ന് മഞ്ജു പ്രസ്താവിച്ചതോടെ ഒട്ടേറെ പ്രൊഡ്യൂസർമാർക്ക് അഡ്വാൻസ് വാങ്ങിയിരുന്ന ഈ നടിയുടെ അച്ഛനും അത് തിരിച്ചടിയായി. അദ്ദേഹവും കുപ്രചാരണങ്ങൾക്ക് നേതൃത്വം നൽകിയതായി പറയുന്നു. മകളുടെ വിവാഹബന്ധം തകർന്ന് അവൾ ഇനിയും ധനം സമ്പാദിക്കാമെന്ന വിചാരമാണ് അതിന് അദ്ദേഹത്തെ പ്രേരിപ്പിക്കുന്നത്. സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഓട്ടോ ഡ്രൈവറെ പ്രണയിക്കുകയും പിന്നീട് സിനിമാരംഗത്തെ അണിയറ പ്രവർത്തകരോടൊപ്പം ഒളിച്ചോടുകയും ചെയ്ത മഞ്ജു തന്നെയാണ് ഒരു പരിധി വരെ ഈ കുടുംബപ്രചരണങ്ങൾക്ക് ഉത്തരവാദി. മഞ്ജുവിന് എതിരെ വന്ന ആരോപണങ്ങളുടെ ശരിയായ വശവും തെറ്റായ വശവും അടങ്ങിയ സ്റ്റാർ ഡസ്റ്റിൽ പ്രസിദ്ധീകരിച്ച ലേഖനം ഞങ്ങൾ പുറത്ത് പ്രസിദ്ധീകരിക്കുന്ന ഇൻട്രൊഡക്ഷനോട് കൂടിയിട്ടാണ് ഈ വിവാദപരമായ ലേഖനം ഞങ്ങൾ പുറത്തുവിട്ടത്. ഇത് രാജശേഖർ നായരാണ് എഴുതിയിട്ടുള്ളത്. ഞാനത് വായിക്കാം. അതിനകത്ത് ഇൻട്രൊഡക്ഷൻ ഇങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്: മഞ്ജു തൻ്റെ വീട്ടിൽ ചികിത്സയ്ക്കായി വന്നു താമസിച്ചത് വേണുഗോപാലിന് ഏറെ പ്രതീക്ഷകൾ നൽകി. മഞ്ജു അമിത സ്വാതന്ത്ര്യം എടുത്ത് വേണുവിൻ്റെ മുറിവിൽ കടന്ന് ഫോണെടുത്ത് ദിലീപിനെ വിളിക്കുക പതിവായി. വേണുവിൻ്റെ മോതിരം തൻ്റെ കയ്യിൽ കിടക്കുന്ന അവൾക്ക് പ്രതിബന്ധമായിരുന്നില്ല. മണിക്കൂറുകളോളം അവൾ ഫോണിൽ സംസാരിക്കുമായിരുന്നു. തൻ്റെ ചെലവിൽ മഞ്ജു ദിലീപുമായുള്ള ബന്ധം ഊട്ടിയുറപ്പിക്കുകയാണെന്ന കാര്യം വേണു തിരിച്ചറിഞ്ഞിരുന്നില്ല. രണ്ടുപേരെ ഒരേ താലി ഉപയോഗിച്ച് വിവാഹം കഴിച്ച ആളാണ് മഞ്ജു. ഒരു പരിധിവരെ മഞ്ജു തന്നെയാണ് അവൾക്കെതിരെയുള്ള കുപ്രചാരണങ്ങൾക്ക് ഉത്തരവാദി എന്നാണ് ഈ ലേഖനത്തിന് ഇൻട്രൊഡക്ഷൻ നമ്മൾ കൊടുത്തിട്ടുള്ളത്. മഞ്ജു വാര്യർ ഒരേ സമയം ഒട്ടനവധി വിശേഷണങ്ങൾക്ക് അർഹയാണ്. അത് അദ്ദേഹത്തിൻ്റെ ലേഖനത്തിലെ തുടക്കമാണ് കേട്ടോ. രാജശേഖരൻ നായർ എഴുതുന്ന ലേഖനത്തിൻ്റെ തുടക്കമാണ്. മികച്ച നടി എന്ന നിലയിൽ ഇതിനകം പ്രാവീണ്യം തെളിയിച്ചിട്ടുള്ള മഞ്ജുവിൻ്റെ വ്യക്തിജീവിതത്തിലേക്ക് ചൊഴിഞ്ഞു നോക്കുകയാണെങ്കിൽ നേർവിപരീതമായ നിരവധി സ്വഭാവവിശേഷങ്ങൾ കണ്ടെത്താം. 2 പുരുഷന്മാരെ വിദഗ്ധമായി വഞ്ചിച്ച് മൂന്നാമതൊരാളെ വിവാഹം കഴിച്ച മഞ്ജു വാര്യർ പ്രായത്തിൻ്റെയും പ്രണയത്തിൻ്റെയും ചാബല്യങ്ങൾക്കപ്പുറത്ത് വ്യക്തിപരമായ നേട്ടങ്ങൾക്ക് വേണ്ടി നിലകൊണ്ട പെൺകുട്ടിയാണ്. സുന്ദരിയായ മികച്ച നടി എന്ന വിശേഷണത്തിനൊപ്പം കൂട്ടിച്ചേർക്കാൻ മറ്റു പലതുമുണ്ട്. കൗശലക്കാരിയും കളവ് പറയുന്നവളും വഞ്ചകയും അവസരവാദിയുമായ ഒരു മഞ്ജു വാര്യരെ നമുക്കിവിടെ പരിചയപ്പെടാം. വളരെ ചുരുങ്ങിയ കാലയളവിൽ മുൻനിര നടിമാരിൽ ഒരാളായി സൂപ്പർ താര പദവി നേടിയ മഞ്ജു വാര്യർ വിവാഹം കഴിച്ചിരിക്കുന്നത് കരിയർ ഗ്രാഫ് ഇനിയും ഉയർന്നിട്ടില്ലാത്ത ദിലീപിനെയാണ്. അത് അന്ന് ദിലീപ് അത്രത്തോളം വളർന്നിട്ടില്ലാത്തൊരു കാലഘട്ടത്തിലാണ് ദിലീപിനെ കല്യാണം. അതേസമയത്ത് മഞ്ജു വാര്യർ ഹൈറ്റിൽ നിൽക്കുന്ന സമയത്താണ് മഞ്ജു വാര്യർ ദിലീപിനെ കല്യാണം കഴിക്കുന്നത്. പക്ഷേ ഇതിനു മുമ്പ് തന്നെ മഞ്ജു തൻ്റെ പ്രണയകാല സാഹസികതകൾക്ക് തുടക്കമിട്ടിരുന്നു. സൂപ്പർ താര പദവിയിലേക്ക് വരാൻ ഏറെ സഹായിച്ച സല്ലാപം എന്ന ചിത്രത്തിൻ്റെ സെറ്റിൽ വെച്ചാണ് ആ അധ്യായം ആരംഭിക്കുന്നത്. സല്ലാപത്തിൻ്റെ പ്രൊഡക്ഷൻ ഇൻചാർജായ ജോബി ആൽബർട്ടിനെയാണ് മഞ്ജു വാര്യർ തൻ്റെ പ്രണയാഭ്യർത്ഥനയുമായി ആദ്യം സമീപിച്ചത്. 96 ഒരു പുതുവർഷ ദിനത്തിലായിരുന്നു മഞ്ജു ജോബി ആൽബർട്ടിനോട് തൻ്റെ ഹൃദയം തുറന്ന് പറഞ്ഞത്. അതോടെ പ്രശ്നങ്ങളുടെ തുടക്കമായി. 7 ദിവസത്തിന് ശേഷം ജോബി തൻ്റെ മനസ്സമ്മതം അറിയിച്ചു. ഷൂട്ടിംഗ് കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഇരുവരും നേരത്തെ പ്ലാൻ ചെയ്തതനുസരിച്ച് KL 8B6716 രജിസ്റ്റർ നമ്പറിലുള്ള അംബാസഡർ കാറിൽ കണ്ണൂരിലെത്തി. വീട്ടുകാരെ ധിക്കരിച്ചിട്ടാണെങ്കിലും ഒരുമിച്ച് ജീവിക്കാമെന്നുള്ള ധാരണയിലായിരുന്നു അവർ ഒളിച്ചോടിയത്. മണിക്കൂറുകൾക്ക് ശേഷം സ്ഥലത്തെ സർക്കിൾ ഇൻസ്പെക്ടർ ഒരു പരാതി കിട്ടി. ജോബി ആൽബർട്ട് തൻ്റെ മകളെ തട്ടിക്കൊണ്ടുപോയതായി ബോധിപ്പിച്ചുകൊണ്ടുള്ള അമ്മ ഗിരിജയുടെ പരാതിയായിരുന്നു ഇത്. ഇതേ സമയം ഇരുവരും ഒരു ഹോട്ടലിൽ തങ്ങളുടെ ഒത്തുചേരൽ ആഘോഷിക്കുകയായിരുന്നു. പിറ്റേ ദിവസം ജോബിയും മഞ്ജുവിൻ്റെ പിതാവ് മാധവനെ ഫോണിൽ വിളിച്ച്
അവരിരുവരും തിരിച്ചു വരികയാണെന്ന് അറിയിച്ചു. ഒളിച്ചോടാൻ ധൈര്യപ്പെട്ടവരെ എന്ന നിലയ്ക്ക് തിരികെ ചെന്നാൽ തങ്ങളുടെ ബന്ധം വീട്ടുകാർ അംഗീകരിക്കുമെന്ന് അവർ ധരിച്ചിരുന്നു. ജോബി അവളുടെ അച്ഛനമ്മമാർക്ക് തിരിച്ചേൽപ്പിക്കുന്ന സമയത്ത് അയാൾ കെട്ടിയ താലി മഞ്ജു അണിഞ്ഞിരുന്നു. മഞ്ജുവിനെ പോലീസ് കോടതിയിൽ ഹാജരാക്കി. എന്തെങ്കിലും പരാതിയുണ്ടോ എന്ന മജിസ്ട്രേറ്റിൻ്റെ ചോദ്യത്തിന് ഒന്നുമില്ലെന്നായിരുന്നു മഞ്ജുവിൻ്റെ മറുപടി. അതേ തുടർന്ന് കോടതി ആ കേസ് അവിടെ അവസാനിപ്പിച്ചു. അതായത് സ്നേഹിച്ച പുരുഷനോടൊപ്പം പോവാൻ റെഡിയാണെന്ന് അവിടെ പറഞ്ഞിരുന്നെങ്കിൽ അവിടെ പ്രശ്നം അവസാനിക്കുമായിരുന്നു. എന്നാൽ മഞ്ജു പറഞ്ഞത് എനിക്ക് പരാതിയൊന്നുമില്ല, അച്ഛൻ്റെ കൂടെ അങ്ങോട്ട് പറഞ്ഞയക്കുകയാണ് ചെയ്തത്. വീട്ടിൽ തിരിച്ചെത്തിയ മഞ്ജു അനുസരണയുള്ള ഒരു പെൺകുട്ടിയായി മാറി. ജോബിയെ വിദഗ്ധമായി വഞ്ചിക്കുകയും ചെയ്തു. അവർക്കതിൽ ഒരു വിഷമവും തോന്നിയില്ല. മഞ്ജു പിന്നീട് ഒരു പത്രപ്രസ്ഥാനം ഇറക്കി. ഒരു ദുർബല നിമിഷത്തിൽ ചെയ്തുപോയ തെറ്റിനെക്കുറിച്ചോർത്ത് ഞാൻ പശ്ചാത്തപിക്കുന്നു. ഈ തെറ്റ് ഇനിയൊരിക്കലും ആവർത്തിക്കില്ല. എൻ്റെ തെറ്റുകൾ ക്ഷമിച്ച് എന്നെ പഴയ മഞ്ജു വാര്യരായി കാണാൻ കേരളത്തിലെ ജനങ്ങളോട് അപേക്ഷിക്കുന്നു. അന്നത്തെ ഈ പ്രസ്താവനയാണ് മഞ്ജുവിൻ്റെ മുഖം രക്ഷിച്ചതും കരിയർ തുടരാൻ സഹായിച്ചതും. പക്ഷേ ഈ സംഭവം ജോബി ആൽബർട്ടിൻ്റെ മാനവും കരിയറും നശിപ്പിക്കുകയാണ് ഉണ്ടായത്. ജോബി ആൽബർട്ട് എന്ന കശാപ്പുകാരൻ്റെ കയ്യിൽപ്പെട്ട ആട്ടിൻ കുഞ്ഞിനെ പോലെയാണ് മഞ്ജുവിനെ കണ്ടത്. ഒരു കൗമാരപ്രായക്കാരിയുടെ ദുർബല വികാരങ്ങളെ ചൂഷണം ചെയ്ത് ദുഷ്ടനായി സിനിമാരംഗം അയാളെ എഴുതിത്തള്ളി. അതോടെ സിനിമാരംഗത്ത് നിന്ന് ജോബി ആൽബർട്ട് എന്നേക്കുമായി നിഷ്കാസിതനാവുകപ്പെടുകയും ചെയ്തു. പക്ഷേ ഇതേസമയം സല്ലാപത്തിൻ്റെ നിർമ്മാതാവ് നായികയുടെ ഈ ഒളിച്ചോട്ടം തൻ്റെ വിപണനോപാധിയാക്കി മാറ്റി കഴിഞ്ഞിരുന്നു. അതായത് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ സിനിമയുടെ മാർക്കറ്റിങ്ങിന് ഉപയോഗിക്കുക എന്നുള്ള തന്ത്രവും അതല്ല തങ്ങളുടെ പബ്ലിസിറ്റിയെ ഉപയോഗിക്കുക എന്നുള്ള തന്ത്രവും സിനിമാ നടീനടന്മാരും സിനിമയുടെ നിർമ്മാതാക്കളും എൻ്റെ ഡയറക്ടർമാരും ചെയ്യുന്നൊരു തന്ത്രമാണ്. ഈ സംഭവം ഒളിച്ചോട്ടം വലിയൊരു വാർത്തയാക്കി മാറ്റി. അങ്ങനെ അതിൻ്റെ പ്രൊഡ്യൂസർ ഈ സല്ലാപത്തെ വലിയ വിൽപ്പനയാക്കി മാറ്റി. പരസ്യങ്ങളിൽ മഞ്ജു വാര്യരുടെ ക്ഷമാപണം നിറഞ്ഞു നിന്നു. പക്ഷേ ലോകം മുഴുവൻ തനിക്കെതിരെ തിരിഞ്ഞിട്ടും അപ്പോഴും മഞ്ജുവിനോടൊപ്പമുള്ള ഒരു ജീവിതം ആഗ്രഹിച്ചു കഴിയുകയായിരുന്നു ജോബി ആൽബർട്ട്. ഞാൻ അവളുടെ കഴുത്തിൽ കെട്ടിയതാൽ ഇപ്പോഴും അവളുടെ കയ്യിലുണ്ട്. വീട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് മഞ്ജു അങ്ങനെ പത്രപ്രസ്ഥാനം നടത്തിയത്. ഒരു ദിവസം ഞങ്ങളെ ഭാര്യ ഭർത്താക്കന്മാരായി നിങ്ങൾ കാണും, ജോബി എന്ന് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു. പക്ഷേ മഞ്ജു വാര്യരെ കണ്ടപ്പോൾ അവൾക്ക് പറയാനുള്ളത് മറ്റൊന്നായിരുന്നു. അതൊരു വിഡ്ഢിത്തമായിരുന്നു. ഞാനൊരു കൊച്ചുകുട്ടിയായിരുന്നു അന്ന്. എൻ്റെ അറിവില്ലായ്മയുടെ ഭാഗമെന്ന് കരുതി ഞാൻ ആ അധ്യായം മറക്കാൻ ശ്രമിക്കുകയാണ്. ഒരു ഒളിച്ചോട്ടം പ്ലാൻ ചെയ്യാൻ ഈ കൊച്ചുകുട്ടിക്ക് എങ്ങനെ സാധിച്ചുവെന്ന് ഞാൻ ചോദിക്കുന്നില്ല. നിഷ്കളങ്കത തുളുമ്പുന്ന മുഖത്തെ വഞ്ചിക്കുന്ന പുഞ്ചിരി ഒട്ടും നിഷ്കളങ്കതമായിരുന്നില്ലെന്ന് ഞാൻ അറിഞ്ഞു. മഞ്ജുവിൻ്റെ കുടുംബസുഹൃത്തും ബിസിനസ്സുകാരനുമായ ഒരു കെ വേണുഗോപാലുമായി ആ സമയത്ത് വിവാഹം നിശ്ചയിച്ചു വെച്ചിരുന്നു. അതായത് കെ വേണുഗോപാൽ എന്ന് പറയുന്ന ഒരാളുമായിട്ട് വിവാഹം നിശ്ചയിച്ചു വെച്ചിരുന്നതിന് ശേഷം ജോബിയെ പോലെ തന്നെ മഞ്ജു വാര്യരുമൊത്ത് ഒരു ജീവിതം നയിക്കാനുള്ള ആഗ്രഹം വേണുഗോപാലിനും ഉണ്ടായിരുന്നു. അവളുടെ ഒളിച്ചോട്ടത്തെക്കുറിച്ച് അറിഞ്ഞപ്പോൾ എനിക്ക് സഹതാപമാണ് തോന്നിയത്. ഞാൻ വിവാഹാഭ്യർത്ഥന നടത്തിയപ്പോൾ അവൾ സമ്മതിച്ചു. ഞാൻ അതിനുശേഷം അവളുടെ മാതാപിതാക്കളുമായി സംസാരിച്ചു. പൂർണ്ണ മനസ്സോടെ അവരും സമ്മതം മൂളി. ഇക്കാര്യത്തിൽ എൻ്റെ മാതാപിതാക്കളുടെ മേൽ എനിക്ക് സമ്മർദ്ദം ചെലുത്തേണ്ടി വന്നുവെങ്കിലും 1996 ജൂൺ 8 ഞങ്ങളുടെ വിവാഹ നിശ്ചയവും മോതിരം കൈമാറ്റൽ ചടങ്ങും എൻ്റെ വീട്ടിൽ വെച്ച് നടത്തി. മഞ്ജുവിൻ്റെ 18ാം ജന്മദിനമായ 97 സെപ്റ്റംബർ 10 വരെ ഇക്കാര്യം രഹസ്യമായി സൂക്ഷിക്കാൻ ഞങ്ങൾ ശ്രമിച്ചു, വേണു പറഞ്ഞു. ജോബി അണിയിച്ചു കൊടുത്ത പഴയ താലി അപ്പോഴും മഞ്ജുവിൻ്റെ കൈവശമുണ്ടോ എന്ന് വേണുവിനോട് ചോദിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ ഞാനത് മനഃപൂർവ്വം ഒഴിവാക്കി. അതുകൊണ്ട് തന്നെ ദിലീപുമായി മഞ്ജു പ്രണയബന്ധം തുടങ്ങിയതിനെ കുറിച്ച് ഒന്നും പറയാതിരിക്കുകയാണ് ഭേദമെന്ന് ഞാൻ കരുതി. മിമിക്രി രംഗത്തു നിന്ന് സിനിമയിലെത്തി സ്ക്രീനിൽ അതേ വിദ്യകൾ തുടർന്ന ദിലീപ് തൻ്റെ പ്രണയബന്ധത്തെക്കുറിച്ച് സുഹൃത്തുക്കളോട് പറഞ്ഞത് മറ്റൊന്നായിരുന്നു. ജോബി ആൽബർട്ടിനോടൊപ്പം മഞ്ജു ഒളിച്ചോടുന്നതിന് മുമ്പ് അവളെ തന്നെയായിരുന്നു കണ്ണുവെച്ചിരുന്നതെന്നും താൻ അഭ്യർത്ഥന നിരസിക്കുകയായിരുന്നുവെന്നുമാണ് ദിലീപ് പറഞ്ഞത്. പക്ഷേ ഈ പുഴയും കടന്ന് എന്ന ചിത്രത്തിൻ്റെ ലൊക്കേഷനിൽ വെച്ച് ദിലീപ് മഞ്ജുവിൽ തൻ്റെ പങ്കാളിയെ കണ്ടെത്തി. 97 ജനുവരിയിൽ മഞ്ജുവിനും അവളുടെ അമ്മ ഗിരിജയ്ക്കും ചിക്കൻ ബോക്സ് പിടിപെട്ടു. തൃശ്ശൂരിലുള്ള വേണുവിൻ്റെ വീട്ടിലായിരുന്നു ചികിത്സ തേടിപ്പോയി താമസിച്ചത്. വേണുഗോപാലിന് അത് എത്രയോ സന്തോഷം നൽകുന്ന കാര്യമായിരുന്നു. മഞ്ജു തൻ്റെ വീട്ടിൽ ചികിത്സയ്ക്കായി വന്ന് താമസിച്ചത് അയാൾക്കേറെ പ്രതീക്ഷകൾ നൽകി. അതേസമയം മഞ്ഞപ്പിത്തം പിടിപെട്ട് ദിലീപ് ആലുവയിലെ തൻ്റെ വീട്ടിലായിരുന്നു. മഞ്ജു അമിത സ്വാതന്ത്ര്യം എടുത്തുകൊണ്ട് വേണുവിൻ്റെ മുറിയിൽ കടന്ന് ഫോണെടുത്ത് ദിലീപിനെ വിളിക്കുക പതിവാക്കി. വേണുവിൻ്റെ മോതിരം തൻ്റെ കയ്യിൽ കിടക്കുന്നത് അവൾക്ക് പ്രതിബന്ധമായിരുന്നില്ല. മണിക്കൂറുകളോളം അവർ ഫോണിൽ സംസാരിക്കുകയായിരുന്നു. തൻ്റെ ചെവിയിൽ മഞ്ജു ദിലീപുമായുള്ള ബന്ധം ഊട്ടിയുറപ്പിക്കുകയാണെന്ന കാര്യം വേണുഗോപാൽ തിരിച്ചറിയാഞ്ഞിരുന്നില്ല. 6 മാസത്തിന് ശേഷം മഞ്ജുവും ദിലീപും വിവാഹിതരാകാൻ തീരുമാനിച്ചു.
വിവാഹിതരായി കഴിയുന്നതുവരെ രഹസ്യം പുറത്ത് വിടാതിരിക്കാൻ ഇരുവരും പരസ്പരം ഉറപ്പു നൽകി. 97 സെപ്റ്റംബർ 10 മഞ്ജു വാര്യർക്ക് പ്രായപൂർത്തിയായി കഴിയുന്നതോടെ വിവാഹം കഴിക്കാനായിരുന്നു അവർ പദ്ധതിയിട്ടത്. വേണുഗോപാലിൻ്റെ എന്നെ വിദഗ്ധമായി വഞ്ചിച്ചതിൽ മഞ്ജു വാര്യന് പ്രയാസമുണ്ടായിരുന്നില്ല. ദിലീപുമായി മഞ്ജുവിൻ്റെ പേര് ചേർത്ത് പറയുന്നതും വെറും ഗോസിപ്പ് മാത്രമായിരിക്കുമെന്ന് ആ പാവം ധരിച്ചിരുന്നു. മഞ്ജു ഒരാളോടൊപ്പം ഒളിച്ചോടിയ പെൺകുട്ടിയാണെന്നോ അവളുടെ വിവാഹ നിശ്ചയവും മോതിരം മാറ്റലും മറ്റൊരാളുമായി നടന്നതാണെന്നോ ദിലീപ് വകവെച്ചില്ല. ദിലീപിനെ പോലെ വളർന്നു വരുന്ന ഒരു ചെറിയ നടന് മഞ്ജു വാര്യരെ പോലുള്ള സൂപ്പർ നടിയെ ഭാര്യയായി കിട്ടുകയെന്നത് വീണ് കിട്ടുന്ന ഭാഗ്യമാണ്. അതുകൊണ്ട് തന്നെ ആ രഹസ്യം അധികകാലം മറച്ചുവെക്കാൻ ദിലീപിന് കഴിഞ്ഞില്ല. മദ്യം പങ്കുവയ്ക്കുന്നതിനിടയ്ക്ക് ദിലീപ് തൻ്റെ സുഹൃത്തായ ഒരു ഫിലിം ജേർണലിസ്റ്റിനോട് കാര്യം തുറന്നു പറഞ്ഞു. അയാളാകട്ടെ തൻ്റെ പ്രസിദ്ധീകരണത്തിൽ മഞ്ജു ദിലീപ് കാര്യത്തെക്കുറിച്ച് എഴുതുകയും ചെയ്തു. മഞ്ജു വാര്യർ ആ റിപ്പോർട്ട് നിഷേധിച്ചു. പക്ഷേ ദിലീപ് വളരെ നാടകീയമായാണ് പ്രതികരിച്ചത്. നിങ്ങൾക്ക് എൻ്റെയും മഞ്ജുവിൻ്റെയും വിവാഹത്തെക്കുറിച്ച് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ വെള്ളി നക്ഷത്രത്തോട് ചോദിക്കുക. അവരാണ് എനിക്കൊരു പെൺകുട്ടിയെ കണ്ടുപിടിച്ച് തന്ന മാതാപിതാക്കന്മാർ. മഞ്ജുവിൻ്റെ ഫോൺ നമ്പർ അറിയില്ലെന്ന് പോലും ദിലീപ് പറഞ്ഞിരുന്നു. ദിലീപ് താമസിക്കുന്ന ഹോട്ടൽ അമൃതാഗിൽ നിന്ന് ഞാൻ എല്ലാ വിവരങ്ങളും ശേഖരിച്ചിരുന്നു. ഊട്ടിയിലായിരുന്ന മഞ്ജുവുമായി ദിലീപ് നിരന്തരം ഫോണിൽ ബന്ധപ്പെട്ടുകൊണ്ടിരുന്നതായി അവർ എന്നോട് പറഞ്ഞു. അതേ തുടർന്നാണ് 97 സെപ്റ്റംബറിൽ സ്റ്റാർ ഡസ്റ്റിൽ ഞാൻ ഇതേക്കുറിച്ച് എഴുതിയത്. മഞ്ജുവും ദിലീപും കള്ളം പറയുകയാണെന്നും അവൾ തൻ്റെ കുടുംബത്തെയും വേണുഗോപാലിനെയും ചതിക്കുകയാണെന്നും ഞാൻ തുറന്നെഴുതി. വെള്ളിത്തിരയിലേതിനേക്കാൾ എത്രയോ ഭംഗിയായി മഞ്ജുവും ദിലീപും ജീവിത നാടകത്തിൽ അഭിനയിച്ചു. രാത്രിയും പകലും തൻ്റെ അച്ഛനമ്മമാർ ഒരുക്കിയ കാവലിൽ നിന്ന് പുറത്തു കടക്കുക എളുപ്പമല്ലെന്ന് മനസ്സിലാക്കിയതോടെ മഞ്ജു ഒരു പുതിയ അടവ് സ്വീകരിച്ചു. ദിലീപുമായി ഫോണിൽ സംസാരിക്കുന്നതിൽ തനിക്ക് ഒരു താല്പര്യമില്ലെന്ന മട്ടിൽ മഞ്ജു പെരുമാറി. പതിവ് പോലെ തൻ്റെ കാമുകനിലുള്ള താല്പര്യം ഇത്തവണയും അവൾ എളുപ്പം തന്നെ മഞ്ജുവിനെ ഇല്ലാതാക്കി എന്ന് വീട്ടുകാർ ധരിച്ചു. 98 ഒക്ടോബർ 20 ഒളിച്ചോടിയപ്പോൾ മഞ്ജുവിൻ്റെ പുതിയ കാമുകൻ ആരാണെന്ന് മാതാപിതാക്കൾ അതിശയപ്പെട്ട് കാണും. വിവാഹശേഷമാണ് മഞ്ജു എല്ലാ കാര്യവും വിളിച്ചു വീട്ടുകാരെ അറിയിച്ചത്. തൻ്റെ ഭാര്യ ഇനി സിനിമയിൽ അഭിനയിക്കില്ലെന്ന് ദിലീപ് പ്രസ്താവിച്ചത് ഇതേ തുടർന്നായിരുന്നു. ഒരു മികച്ച നടിയുടെ അകാല ചരമമായി വിവാഹത്തെ കേരളത്തിലെ പ്രേക്ഷക ലക്ഷങ്ങൾക്ക് കണക്കാക്കേണ്ടി വന്നു. ദിലീപ് ഭർത്താവ് എന്ന നിലയിലുള്ള തൻ്റെ അവകാശം സ്ഥാപിക്കാൻ ശ്രമിക്കുകയായിരുന്നു. പ്രിയദർശനെ വിവാഹം കഴിച്ച ശേഷം ലിസി അഭിനയം നിർത്തി. സുരേഷിനെ വിവാഹം കഴിച്ചതോടെ മേനക അടുക്കളയിൽ ഒതുങ്ങി ജീവിക്കാൻ ശീലിച്ചു. തൻ്റെ കരിയറിലെ ഉന്നതങ്ങളിലായിരിക്കെ ഷാജി കൈലാസുമായി വിവാഹം നടന്നതോടെ ആനി ചലച്ചിത്ര രംഗത്തോട് വിട പറഞ്ഞു. ജയറാമുമായുള്ള വിവാഹത്തിന് ശേഷം പാർവതി ഇതേവരെ അഭിനയിച്ചിട്ടില്ല. പക്ഷേ എന്തുകൊണ്ടാണ് എല്ലാ ഭർത്താക്കന്മാരും ചലച്ചിത്ര രംഗത്ത് തുടരാൻ തീരുമാനിക്കുന്നത്? ഈ രംഗത്ത് തെറ്റുകുറ്റങ്ങളൊന്നുമില്ലെങ്കിൽ അവരെ എന്തുകൊണ്ട് തങ്ങളുടെ ഭാര്യമാരെ അഭിനയിക്കാൻ അനുവദിക്കുന്നില്ല? സർവോപരി ഇവരെല്ലാം തങ്ങളുടെ ജീവിത പങ്കാളികളെ തിരഞ്ഞെടുത്തതും ഈ മേഖലയിൽ നിന്നു തന്നെയല്ലേ? ഒരു ലേഡി ഡോക്ടർ വിവാഹം കഴിക്കുകയാണെങ്കിൽ പ്രാക്ടീസ് നിർത്താൻ ഒരിക്കലും ഭാര്യയോട് ആവശ്യപ്പെടില്ല. ഒരു IAS കാരനായാലും എഞ്ചിനീയറായാലും അഭിഭാഷകനായാലും മറ്റെന്ത് ജോലിയായിരുന്നാലും ഇതുതന്നെ സ്ഥിതി. അപ്പോൾ പിന്നെ ചലച്ചിത്ര രംഗത്തു മാത്രം എന്തൊരു മാറ്റം? അവരുടെ ഭാര്യമാരെ സിനിമാ രംഗത്തേക്ക് പിന്നീട് ഒരിക്കലും അയക്കാതിരിക്കാൻ അവർ ആഗ്രഹിക്കുന്നതിന് പിന്നിലെ കാരണം എന്താണ്? തങ്ങളുടെ ഭാര്യമാരുടെ സുരക്ഷിതത്വത്തെക്കുറിച്ചുള്ള ഉത്കണ്ഠയാണോ അവരെ ഇതിന് പ്രേരിപ്പിക്കുന്നത്? അങ്ങനെയെങ്കിൽ ഈ മേഖലയിലേക്ക് കടന്നു വരുന്ന കൗമാരപ്രായക്കാരികളുടെ അവസ്ഥ എന്തായിരിക്കും? ചലച്ചിത്ര രംഗത്ത് സദാചാര മൂല്യങ്ങൾക്ക് വില കൽപ്പിക്കാത്ത ചെയ്തികൾ നടക്കുന്നുവെങ്കിൽ ഭർത്താവായ നടൻ മാത്രം അവിടെ തുടരുന്നതിൽ കാരണമെന്ത്? ഈ ചോദ്യങ്ങൾ ഉത്തരം കിട്ടാതെ അവശേഷിക്കുന്നു. ഏതൊരു ശരാശരി മലയാളിയെയും പോലെ ഞാനും മഞ്ജു വാര്യർക്ക് സുഖസമൃദ്ധമായ ദാമ്പത്യ ജീവിതം നൽകാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഒരു അഭിപ്രേക്ഷകൻ എന്ന നിലയിൽ അവൾ അഭിനയ രംഗത്തേക്ക് തിരിച്ചു വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതായത് രാജശേഖരൻ നായർ 1997 സ്റ്റാർ ഡസ്റ്റ് എന്ന പ്രസിദ്ധീകരണത്തിൽ പ്രസിദ്ധീകരിച്ച പ്രസിദ്ധീകരണമാണ് 99 പ്രസിദ്ധീകരിച്ച പ്രസിദ്ധീകരണമാണ് ക്രൈം അത് പ്രസിദ്ധീകരിച്ചത്. 1999 പ്രസിദ്ധീകരിച്ച പ്രസിദ്ധീകരണത്തിൽ മഞ്ജു ദിലീപ് ബന്ധം തകരുന്നു എന്ന് പറയുന്ന ലേഖനം കൃത്യമായിട്ട് പിന്നീട് ആ ബന്ധം തകർന്നു. മാത്രമല്ല പിന്നീടുണ്ടായ സംഭവം എന്താണ്? മഞ്ജു വാര്യർ സിനിമയിലേക്ക് തിരിച്ചു വന്നു. രാജശേഖരൻ നായർ പറയുന്ന പോലെ മഞ്ജു വാര്യർ തിരിച്ചു വന്നു. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇതിൽ അപ്പുറത്തെയുള്ള ചില കാര്യങ്ങൾ ഞാൻ വെളിപ്പെടുത്താം. ഈ സംഭവങ്ങൾ പ്രസിദ്ധീകരിച്ചതിന് ശേഷം ഒരു സൂപ്പർ ഇന്ന് കേരളത്തിലെ പ്രമുഖനായ ഒരു സിനിമാ നടൻ എനിക്കൊരു കാസറ്റ് എത്തിച്ചു തന്നിരുന്നു മഞ്ജുവുമായി ബന്ധപ്പെട്ട്.
അതിലെ രംഗങ്ങളെല്ലാം ഞെട്ടിക്കുന്നതായിരുന്നു. അതെന്താണെന്നുള്ളത് ഞാൻ പറയുന്നില്ല, അത് വ്യക്തിപരമായതുകൊണ്ട് ഞാൻ പറയുന്നില്ല ഉള്ളടക്കത്തെക്കുറിച്ച്. അതുപോലുള്ള സാധനങ്ങൾ ധാരാളം സംഭവങ്ങൾ പിന്നീട് വന്നു. പക്ഷേ ഞാൻ അന്നും ഇന്നും കാണുന്നത് മഞ്ജു വാര്യർ എന്ന് പറയുന്നത് മലയാള സിനിമയിലെ അന്നും ഇന്നും പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും പ്രഗത്ഭയായ പ്രശസ്തയായ സിനിമാ നടി തന്നെയാണ്. അവരുടെ റേഞ്ച് എത്രമാത്രമാണെന്ന് അവരുടെ ഓരോ സിനിമകൾ എടുത്ത് നോക്കിയാലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അഭിനയ കലയിൽ അവർ കാഴ്ചവെച്ച അവരുടെ കഴിവുകൾ നമ്മൾ എത്രമാത്രം ബഹുമാനിക്കുന്നു എന്ന് നമുക്കെല്ലാവർക്കും. അതുകൊണ്ട് തന്നെയാണ് മഞ്ജു വാര്യരെക്കുറിച്ചുള്ള ചർച്ചകൾ എപ്പോഴും ഇത്തരത്തിലുള്ള ജനങ്ങൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. ഈ ലേഖനമാണ് ബേസിക്കായിട്ട് മഞ്ജു വാര്യരെക്കുറിച്ച് കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഇതിൽ ഈ ലേഖനത്തിൽ രാജശേഖരൻ നായർ വിട്ടുപോയ കാര്യം, അവർ കുട്ടിപ്രായത്തിൽ തന്നെ പഠിക്കുന്ന സമയത്ത് ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറോട് ഒളിച്ചോടിപ്പോയി എന്നൊരു കാര്യമാണ്. അത് ക്രൈം പ്രത്യേകമായി കണ്ടുപിടിച്ചൊരു കാര്യമാണ്. ഇതൊന്നും മഞ്ജു വാര്യർ 1999 കഴിഞ്ഞു, 2022 മഞ്ജു വാര്യർ നിഷേധിക്കുന്നില്ല. ഇതൊക്കെ കൗമാര ചാബല്യങ്ങളുടേതായിട്ട് കാണാമെങ്കിലും പക്ഷെ പിന്നീടുണ്ടായ സംഭവങ്ങളിൽ എനിക്ക് കിട്ടിയ കാസറ്റുകളെല്ലാം അങ്ങനെയൊന്നുമല്ല. ഈ സിനിമാ രംഗം എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെയാണ്. ഏത് സിനിമാ നടിക്കും അവിടെ നിലനിൽക്കണമെങ്കിൽ അവർ പല കാര്യങ്ങൾക്കും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകണമെന്നുള്ള പ്രഗത്ഭകളായ സിനിമാ നടികൾ തന്നെ വെളിപ്പെടുത്തിയ അനുഭവങ്ങളും വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഒരു കാലം കഴിയുമ്പോൾ മഞ്ജു വാര്യരും ഇതെല്ലാം വെളിപ്പെടുത്തുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം മഞ്ജു വാര്യർ എത്ര റേഞ്ചുള്ള മറ്റൊരു സിനിമാ നടിയും മലയാള സിനിമയിൽ ഉണ്ടായിട്ടില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. ഇല്ല എന്നുള്ളതല്ല, ഉണ്ട്. എന്നാലും ഇവരുടെ അഭിനയ ചാതുരി എല്ലാം തന്നെ പരിശോധിക്കുമ്പോൾ അവർ വളരെ മുന്നിൽ തന്നെയാണ്. എന്തായാലും മഞ്ജു വാര്യർക്ക് നല്ലൊരു ജീവിതം ആശംസിക്കുന്നു ഞാനും. അതേപോലെ ദിലീപിൻ്റെ പ്രശ്നങ്ങളെല്ലാം തീരട്ടെ, കാവ്യമാധവുമായിട്ടുള്ള പ്രശ്നങ്ങൾ തീരട്ടെ, അവർ തമ്മിലുള്ള ബന്ധവും തകരുന്നു എന്നുള്ള വാർത്തകളും ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്.